ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുന്നതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് വികസന രാഷ്ട്രീയത്തിൽ, അത് LDFും UDFും മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം അതിൻ്റെ സാധ്യത തുറന്നു കാണിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആസാമിലും ബംഗാളിലുമൊക്കെ പോയ സമയത്ത് ഉയർത്തി കാണിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം, തെക്കേ ഇന്ത്യയിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരത്ത് ഭരണം BJPയെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് വിശ്വാസം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്, അത് വോട്ട് ചോരിയല്ല. കോൺഗ്രസ് പറയുന്നത് എന്താണ്? വോട്ട് ചോരിയാണെന്നാണ്. ജനങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സർക്കാരിനെ, ഒരു സംവിധാനത്തിനെ, ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനെ ഒക്കെ അധികാരത്തിൽ ഏറ്റുമ്പോൾ അത് വോട്ട് ചോരിയാണ്, കള്ളവോട്ടുകളാണ് എന്ന് രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയത് കൊണ്ട് വിജയിക്കാൻ വേണ്ടി കഴിയില്ല. അത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുമ്പോൾ ജനങ്ങൾ അംഗീകാരം നൽകുന്നതാണ്. ആ അംഗീകാരം കേരളത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും അതിൻ്റെ സാധ്യതകൾ ഉണർന്നു വരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ആ നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തു തുടങ്ങി. BJPക്കെതിരെ നടത്തിയിരുന്ന തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ, അതിനെല്ലാം ജനങ്ങൾ മാറ്റിവെക്കുകയാണ്. BJPക്കെതിരെ കൊണ്ടുവന്ന LDF UDFിൻ്റെ ഒരുമിച്ചുള്ളൊരു പ്രചരണമുണ്ട്, BJP വിരുദ്ധ പ്രചരണം, BJP വിരുദ്ധ രാഷ്ട്രീയം. BJP അധികാരത്തിൽ കയറ്റില്ല, ജയിപ്പിക്കില്ല, MLA ഉണ്ടാവാൻ സമ്മതിക്കില്ല, MP ഉണ്ടാവാൻ സമ്മതിക്കില്ല, പഞ്ചായത്തുകൾ ജയിക്കാൻ സമ്മതിക്കില്ല. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ മാറുകയാണ്. BJPയെ ഏറ്റവും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സംവിധാനമായി കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്.